ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വളരെ വിനീതമായി പ്രഭാതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് 6-ാം സങ്കീർത്തനം. ദൈവത്തിൻ്റെ കരുണയ്ക്കായുള്ള യാചനയാണ് ഈ സങ്കീർത്തനത്തിൽ പറയുന്നത്. പുരാതന കാലം മുതൽ ക്രിസ്തീയ സഭയിൽ അനുതാപ സങ്കീർത്തനങ്ങളായി 7 ഗണിക്കപ്പെടുന്നു. 6, 32, 38, 51, 102, 130, 143. അവയിൽ ആദ്യത്തേതാണ് നാം ഇവിടെ പരിഗണിക്കുന്നത്. ആത്മശോധനയ്ക്കും ഏറ്റുപറച്ചിലിനും ഒരുങ്ങുന്നവർ അനുതാപ സങ്കീർത്തനങ്ങൾ ധ്യാനപൂർവ്വം വായിക്കുന്നു. നോമ്പുകാലത്തും ഇവ ഉപയോഗപ്പെടുത്തുന്നു. ചില സഭകൾ നോമ്പ് ആരംഭിക്കുന്ന ദിവസം 6-ാം സങ്കീർത്തനം പാരായണം ചെയ്യുന്നു. ദൈവകോപത്തിൻ്റെ തീവ്രതയിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ ദൈവകൃപ യാചിക്കുന്നതാണ് ഇതിൻ്റെ മുഖ്യ പ്രമേയം. അനുതാപത്തിൻ്റെ സങ്കീർത്തനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുവെങ്കിലും ഇതിൽ ഒരിടത്ത് പോലും പാപം എന്ന വാക്കോ അനുദപിക്കുന്നു എന്ന പ്രസ്താവനയോ കാണുന്നില്ല. എന്നാൽ സങ്കീർത്തനക്കാരൻ്റെ അകൃത്യഫലമാണ് തനിക്കുണ്ടായിരിക്കുന്ന ശാരീരികവും മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ എന്ന ചിന്ത ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് ദാവീദാണെന്ന് ശീർഷകത്തിൽ പറയുന്നു. എങ്കിലും കൃത്യമായി ഏത് സാഹചര്യത്തിൽ രചിക്കപ്പെട്ടുവെന്ന് നിർണ്ണയിക്കുക പ്രയാസമാണ്. ഒരു പീഡിതൻ്റെ നിസ്സഹായതയും രക്ഷയ്ക്കായുള്ള തീവ്രമായ വാഞ്ചയും അപേക്ഷയും ഇതിലുണ്ട്. ഇതിലുപരി ദൈവം തൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള ഉറപ്പും ഇതിൽ പ്രതിഫലിക്കുന്നു. തീവ്രവികാരത്തോടെയാണ് തൻ്റെ ദുസ്ഥിതി വെളിപ്പെടുത്തുന്നത്. തൻ്റെ അരിഷ്ടതയെ രോഗമായും ശത്രുവിൻ്റെ ഉപദ്രവമായും വിവരിക്കുന്നു. വിജയ പ്രതീക്ഷയോടെ സങ്കീർത്തനം ആരംഭിച്ച് തൻ്റെ അപേക്ഷ ദൈവം കേട്ടു എന്നുള്ള ഉറപ്പോടെ അവസാനിപ്പിക്കുന്നതായി ഈ ഭാഗത്ത് നമുക്ക് കാണാം. ഈ സങ്കീർത്തനത്തെ നമുക്ക് 3 തരംതിരിക്കുവാൻ സാധിക്കും. ഒന്നാമത്തേത് വാക്യം 1 മുതൽ 5 വരെയുള്ളതിന് വിടുതലിനായുള്ള അപേക്ഷയായിട്ട് നമുക്കിതിനെ കാണുവാൻ സാധിക്കും. സ്വന്തം പാപത്തെക്കുറിച്ചും അകൃത്യത്തെക്കുറിച്ചും ബോധ്യമുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ കോപവും ക്രോധവും നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിനകത്ത് നാം മനസ്സിലാക്കേണ്ടത് വിടുതലിനായിട്ടുള്ള അപേക്ഷ എങ്ങനെ നടത്തണം എന്നുള്ളതാണ്. അതിൽ നീയോ യഹോവയെ എത്രത്തോളം എന്ന് ഇവിടെ എടുത്തു ചോദിക്കുന്നുണ്ട്. മരണാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. വാക്യം 5, 6, 7 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ്റെ ദുരവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ വാക്യത്തിൽ ശാരീരികവും പ്രത്യേകിച്ച് മാനസികവുമായ അവസ്ഥ വിവരിക്കുന്നു. ശരീരത്തിൻ്റെ സ്ഥിതി മനസ്സിനെ ബാധിക്കുന്നു, അതുപോലെ മറിച്ചും സംഭവിക്കുന്നു. അകൃത്യങ്ങളെക്കുറിച്ചുള്ള അപബോധമാണ് കരച്ചിലിൻ്റെയും കണ്ണുനീരിൻ്റെയും അനുഭവത്തിലേക്ക് നയിക്കുന്നത്. ഉൾക്കടമായ പശ്ചാത്താപമാണ് തനിക്കുണ്ടായതെന്ന് വ്യക്തമാക്കുന്നു. രാത്രി മുഴുവനും കണ്ണുനീര് കൊണ്ട് കടലിനെ നനയ്ക്കുന്ന അനുതാപമാണ് നാം ഇവിടെ കാണുന്നത്. അടുത്തത് 6 മുതൽ 10 വരെയുള്ള 8 തൊട്ട് 10 വരെയുള്ള വേദഭാഗങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചുവെന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ എടുത്തു പറയുന്നു. ആ പ്രഖ്യാപനമാണ് നാം മനസ്സിലാക്കേണ്ടത്. അതായത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു എന്ന പ്രഖ്യാപനം ഇതുവരെ പ്രകടമായിരുന്ന വിഷാദഭാവത്തിനും മാറ്റം വന്നിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായിട്ടില്ല. ദൈവസന്നിധിയിൽ ഹൃദയനൊമ്പരത്തോടെ കടന്നെത്തി ഹൃദയഭാരം തിരുമുമ്പിൽ ഇറക്കി വെച്ചു. അതിനുശേഷം അനുഭവപ്പെട്ട ആത്മധൈര്യം ദൈവം തൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന ഉറപ്പാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം. അപ്പോൾ ധൈര്യത്തോടെ പറയുന്നു, അനീതി പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ. തനിക്കെതിരായി നിൽക്കുന്നവർ അനീതി പ്രവർത്തിക്കുന്നവരായി ചിന്തിക്കുന്നു. അവരുടെ ഗൂഢതന്ത്രങ്ങളെല്ലാം ഇനി വിലപ്പോകുകയില്ല. കാരണം ദൈവം തൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഈ സത്യം ആവർത്തിച്ച് പറയുന്നത് അതിൻ്റെ യാഥാർത്ഥ്യം സ്ഥിരീകരിക്കാനാണ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാകും. അനുതാപത്തോടെ ദൈവമുമ്പാകെ പ്രാർത്ഥിച്ച് ഉത്തരം ലഭിച്ച വ്യക്തി നിശ്ചിതമായും ദുഷ്പ്രവർത്തിക്കാരുടെ വീഴ്ചയിൽ നിന്നും അകന്നു നിൽക്കുന്നുവെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. സങ്കീർത്തനം അവസാനിക്കുന്നത് തൻ്റെ ശത്രുക്കളായ ദുഷ്പ്രവർത്തിക്കാർക്ക് സംഭവിക്കുന്ന ശിക്ഷാവിധിയെ അനുസ്മരിച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാകും.
ഈ സങ്കീർത്തനത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്, ഈ സങ്കീർത്തനം നൽകുന്ന സന്ദേശം പ്രത്യാശാജനകവും ആത്മീയമായ ഉത്തേജനവും ഉളവാക്കുന്നതാണ്. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ശാസനകളും ശിക്ഷകളും നമ്മെ അനുതാപത്തിലേക്ക് വരുത്തുവാൻ പര്യാപ്തമാകണം. ശാരീരിക രോഗങ്ങൾ പലപ്പോഴും മാനസികവും ആത്മീയവുമായ കാരണങ്ങളാൽ ഉണ്ടാകാം. എന്നാൽ എല്ലാറ്റിൽ നിന്നും ദൈവം സൗഖ്യം നൽകുന്നുവെന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. സൗഖ്യത്തിനായി വിശ്വാസത്തോടെ ദൈവമുമ്പാകെ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ദൈവം പ്രാർത്ഥന കേൾക്കുമെന്ന് ഉറപ്പായ കാര്യമാണ് എന്ന് നമുക്ക് ഇത്രയും കാലത്തെ ജീവിതത്തിൽ നിന്നും മനസ്സിലായിട്ടുണ്ടാവും. നമ്മളൊക്കെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാകും എന്ന് ഈ സങ്കീർത്തനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ജീവിച്ചിരിക്കുന്ന കാലത്തെല്ലാം ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവത്തിൽ തുടരണം. മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥയെപ്പറ്റി സങ്കീർത്തനക്കാരൻ്റെ ധാരണയല്ല പുതിയ നിയമ വെളിച്ചത്തിൽ രൂപം കണ്ട വിശ്വാസമാണ് നമ്മെ ഭരിക്കുന്നത്. നാം ഈ ഇന്ന് വരെ 1 മുതൽ 6 വരെയുള്ള സങ്കീർത്തനങ്ങളാണ് ഇവിടെ വിവരിച്ചത്. അതിൽ 6-ാം സങ്കീർത്തനം ഒരു അനുതാപത്തിൻ്റെ സങ്കീർത്തനമാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. നാം ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നിടത്തോളം കാലം ദൈവം നമ്മളെ ഉപേക്ഷിക്കുകയില്ല എന്ന് ഇസ്രായേൽ ജനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എപ്പോഴൊക്കെ അവർ ദൂരെ ആയിരുന്നോ അപ്പോഴൊക്കെയും ദൈവം അവരെ ശിക്ഷിച്ചു എന്നും, നമുക്ക് എപ്പോഴൊക്കെ അവൻ്റെ അടുത്തേക്ക് അവർ ചെല്ലുകയും വളരെ വിശ്വാസത്തോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അവരെ രക്ഷിക്കുകയും ചെയ്തതായി കാണുന്നുണ്ട്. ഇന്നും നാം അതിൽ നിന്നും ദൂരെയല്ല. ആയതിനാൽ ദൈവം നമ്മെ രക്ഷിക്കേണ്ടതിന് വേണ്ടിയിട്ട് അവനോട് ചേർന്ന് നിൽക്കുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്താൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.